കർത്താവിൻ്റെ പൊന്നുമക്കളെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ നീ നിൻ്റെ സന്തോഷങ്ങൾ, നിൻ്റെ ജീവിതത്തിൻ്റെ സമാധാനങ്ങൾ മറന്നുപോകല്ലേ. ചുറ്റും നിൽക്കുന്നവരെ മുഷിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി പലതും സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ മനോഹരമായ ജീവിതത്തോടാണ് ക്രൂരത കാണിക്കുന്നത്. സ്വാർത്ഥത ചില കാര്യങ്ങളിൽ അത് വേണം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളിൽ ഒന്നാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്വാർത്ഥരാകാനല്ല വിളിക്കുന്നത്, ഇന്നത്തെ ദൂത് കേൾക്കാനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ മനുഷ്യരുടെ സമ്മതം നോക്കാൻ നിന്നാൽ തനിക്ക് ദൈവപ്രസാദത്തിന് ഉതകുന്ന ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ ദൈവഭക്തൻ മനസ്സിലാക്കി. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. ആ മനോഹര ജീവിതം സന്തോഷകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിക്കാൻ തയ്യാറാകണം. മറ്റു പലരുടെയും താളത്തിനൊത്തു നിന്ന് തുള്ളിയിട്ട് സ്വന്തം ജീവിക്കേണ്ട സമയം പാഴായി പോയല്ലോ എന്നോർത്ത് പിന്നീട് വിഷമിക്കാൻ ഇടവരരുത്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവർ പറയുന്നത് എന്തും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ദുർശീലം, ഒരു പരാജയം നിങ്ങൾക്കുണ്ട്. അതങ്ങ് കളഞ്ഞേര്. നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഒരഭിപ്രായം ഒരാളിൽ നിന്ന് വന്നാൽ അതിനോട് കാണിക്കുന്ന വിയോജിപ്പ് ഒരിക്കലും ആ വ്യക്തിയോടുള്ള വിയോജിപ്പല്ല, അവരുടെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നോ പറയാൻ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. പലപ്പോഴും ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അതവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമല്ലോ എന്ന നിലയിൽ പലരും പറയേണ്ട പല കാര്യങ്ങളും തുറന്നു പറയാതെ പല കാര്യങ്ങളും കടിച്ചു പിടിച്ചങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഇത് ഓരോ സമയവും ഹൃദയത്തിൻ്റെ അകത്ത് വലിയൊരു പ്രഷറാണ് ഉണ്ടാക്കുന്നത്. സ്വന്തം മനസ്സാക്ഷിയിൽ പോറലാണ് വീഴിക്കുന്നത്. ഈ ആന്തരിക സമ്മർദ്ദം ഒരു നാൾ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ പണ്ട് മുതലുള്ളതെല്ലാം പാടേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരും. അത് വരാതിരിക്കാൻ അന്നുള്ള ഫയലുകൾ അങ്ങ് ക്ലിയറാക്കി വിട്ടേരെ. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ നമ്മൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന മാനസിക തലത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയാതെ അടക്കി വെച്ചുകൊണ്ട് നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെടുക്കുന്ന ഈ ഒരു ത്യാഗത്തിൻ്റെ വില ഒരിക്കലും അവരറിയാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വെറുതെ കൊച്ചാകരുതേ. വെറുതെ നിങ്ങളുടെ നല്ല നേരങ്ങളെ, നിങ്ങളുടെ നല്ല ജീവിതത്തെ ആരുടെയൊക്കെയോ അറിയാതെ, അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുന്ന ത്യാഗത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല നേരങ്ങളെ കളഞ്ഞു കുളിക്കല്ലേ. പൗലോസ്ലീഹായുടെ ഒരു നിലപാട് മാതൃകയാക്കേണ്ടതാണ്. മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി, ആരുടെയൊക്കെയോ കയ്യടികൾക്ക് വേണ്ടി, ലൈക്കുകൾക്ക് വേണ്ടി നമ്മൾ ഓടാതെ നമ്മൾക്കെന്തിലേക്ക് മൂവ് ചെയ്യണമോ അതിലേക്ക് തന്നെ മുന്നേറാൻ തയ്യാറായിക്കൊള്ളുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചിലരെ മുഷിപ്പിക്കേണ്ടി വരും എന്ന് അറിഞ്ഞാൽ അവരോട് സന്ധി ചെയ്ത് ആ കാര്യത്തിനകത്ത് വെള്ളം ചേർക്കാൻ നിൽക്കാതെ, അത് ഡൈല്യൂട്ട് ചെയ്യാതെ കൃത്യമാംവിധം നിനക്ക് പറയാനുള്ളത് പറഞ്ഞതിൽ നിന്നും മാറുക. അതിൻ്റെ ഫലം നല്ലതാകിലും തീയതാകിലും ദൈവനിശ്ചയമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ചിലരെ നിർബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ സമ്മതിപ്പിച്ച്, വളരെ നമ്മൾ പറയാറുണ്ടല്ലോ, നിർബന്ധിച്ച് മരം കയറ്റിയാൽ നെഞ്ചുരയുമെന്ന് പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ വളരെ തത്രപ്പെടുത്തി ചിലരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി അതിലേക്ക് ഒരുവിധം കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ മുഖപ്രസാദം നോക്കി സന്തോഷിക്കാൻ നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് സ്വയം സമാധാനം കണ്ടെത്തുന്നത്. അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ കാര്യമൊന്ന് മനസ്സിൽ എഴുതിയിട്ടേ, എനിക്ക് എൻ്റേതായൊരു സ്വാർത്ഥത വേണം, എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വ നിബന്ധനകൾ ആവശ്യമാണ്, എനിക്ക് എൻ്റേതായ ഒരു അതിർത്തി വേണം. എല്ലാവരും ഓടി വരുമ്പോൾ, എല്ലാവരും ഇടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയത്തക്ക വിധം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അകത്ത് ചില ഇടങ്ങൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൻ്റെ കളിക്കകത്ത് നിങ്ങൾക്ക് ജേതാവായി നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി ഓടി, ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയവനെന്നുള്ള ഒരു പഴി സ്വന്തം മനസ്സാക്ഷിയിൽ നിന്ന് തന്നെ നാളെ കേൾക്കേണ്ടി വരും. അന്ന്
ഇന്ന് നമ്മൾ ഓശാന പാടാൻ പോയവരും കൈകൊട്ടാൻ പോയവരും ഒന്നും നമ്മുടെ കൂടെ കാണുകയില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ തളർച്ചകളെ താങ്ങാൻ നിനക്ക് നിൻ്റെ കാലുകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞെ. നീ ആ കാര്യം ഓർത്തുകൊള്ളണം. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരും നന്നായി കൂട്ടാക്കത്തില്ല. നിനക്ക് വേണ്ടി എത്ര നല്ല അഭിഭാഷകനെ നീ നിയമിച്ചാലും നിൻ്റെ സ്വന്തം നാക്ക് കൊണ്ട് നിനക്ക് വേണ്ടി നീ സംസാരിക്കുന്നതിനോളം അത് ഒക്കത്തുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ നാക്കും എന്നെ താങ്ങാൻ എൻ്റെ കാലുകളും മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ മറന്നു പോകുന്ന ഒരാളെ പരിഗണിക്കണം. അതാരാണ്? അത് നമ്മൾ തന്നെയാണ്. നമ്മളെ അംഗീകരിക്കാത്തത് കൊണ്ട്, നമ്മൾക്ക് വിലയില്ലാത്തത് കൊണ്ട്, മറ്റുള്ളവരുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടി നമ്മുടേതായ വിലയെ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വയമുള്ള ബഹുമാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ശരീരം നമ്മളോട് ചോദിക്കും, നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കും, നമ്മുടെ മനസ്സാക്ഷി നിശ്ചയമായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. നിനക്കെന്ത് കിട്ടി? നീ എന്തിനത് ചെയ്തു? അദ്ദേഹത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി നീ അങ്ങനെയൊക്കെ നിന്നിട്ട് നിനക്ക് എന്തായിരുന്നു നിന്റെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടായിരുന്നത്? ദയവ് ചെയ്ത് അബദ്ധങ്ങളിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ജീവനെ നൽകിയ കർത്താവാണ്. കർത്താവ് എല്ലാവർക്കും വേണ്ടി ജീവനെ നൽകിയെങ്കിലും സുവിശേഷം ആരെയും അടിച്ചേൽപ്പിക്കാൻ ദൈവവചനം പറയുന്നില്ല. സുവിശേഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശമാണ്. അതിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി സ്വതന്ത്ര മനസ്സോടുകൂടെ തന്നെ വേണം സ്വീകരിക്കാൻ. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളിൽ ഏറ്റവും പവർഫുൾ ഹോളി സ്പിരിറ്റാണ്. എന്നിട്ട് പോലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ പോലും ബാധിക്കുന്നില്ല. അനുവദിക്കുന്നവരിൽ മാത്രം അവർ നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരിധികൾക്കകത്ത് നിന്ന് മെല്ലെ അവരിൽ നിറയുകയാ മാത്രമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതിനതീതമായിട്ട് ഒരു ഭൂതാവേശം പോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ആരെയും ബാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ വില തരുന്നയാൾ ഹോളി സ്പിരിറ്റാണ്. നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നയാൾ സർവശക്തനായ ദൈവം തന്നെയാണ്. അപ്പോൾ സുവിശേഷം സ്വാർത്ഥതയല്ല, സുവിശേഷം സ്വാതന്ത്ര്യമാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യമായ സുവിശേഷം ആരിലേക്കും ഇടിച്ചു കടക്കാതെ, ആരിലേക്കും കടന്നു കയറാതെ അനുവദിക്കുന്ന ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവരിലേക്ക് മാത്രം കരയേറി ചെല്ലുന്നു. ഇത് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പോലും നമ്മുടെ സ്വത്വബോധത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തെ തമ്പുരാൻ പോലും മാനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആശയങ്ങളെയോ നമ്മുടെ തീരുമാനങ്ങളെയോ നമ്മുടെ സ്വതന്ത്ര ചിന്തകളെയോ സ്വീകരിക്കാത്ത, അതിനോട് യാതൊരു വിധത്തിൽ സമരസപ്പെടാത്തവരിൽ നിന്ന് എപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആശയങ്ങളെയോ അഭിപ്രായങ്ങളെയോ സമയങ്ങളെയോ ഒരിക്കലും വെറുതെ കളയേണ്ടതായിട്ടില്ല. എവിടെയൊക്കെയോ പാഴായിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാൻ നിങ്ങളോട് കർത്താവ് പറയുന്നു. ആരുടെയൊക്കെയോ ഇടങ്ങളിൽ നിങ്ങൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി സൃഷ്ടിപ്പാനുള്ള നല്ല സമയത്തെ ഇന്ന് തന്നെ തിരികെ പിടിച്ചുകൊള്ളുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കൂട്ടുകാർക്ക് വേണ്ടി എപ്പോഴും ഓടുന്ന ചില പിള്ളേരെ നമുക്കറിയാം. അവർക്ക് തങ്ങളുടെ കുടുംബത്തെക്കാൾ ഇഷ്ടം കൂട്ടുകാർക്ക് വേണ്ടി ഓടുന്നതാണ്. അന്യൻ്റെ വീട്ടിന് വേണ്ടി പോയി എന്തും കഷ്ടപ്പെടും. എന്നാൽ സ്വന്തം വീട്ടിൽ ഒരു പിടി അരി വാങ്ങാൻ വേണ്ടി നയാ പൈസ മുടക്കാത്തവരും കഷ്ടപ്പെടാൻ തയ്യാറാകാത്തവരുമായ എത്രയോ ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തെ നടുവിൽ ഒരു ശാപം പോലെ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനത് പറഞ്ഞതിനകത്ത് വിഷമിക്കരുതേ, മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പനും അമ്മയും വാർദ്ധക്യകാലത്തും കഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം അധ്വാനം വെറുതെ ചെലവിട്ട് ഓടുന്നവന്മാർ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരു പരിതസ്ഥിതി നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ പലപ്പോഴും കാണുന്നില്ലേ? ഈ വിധത്തിലുള്ള ദുരവസ്ഥകളിലേക്ക് മനുഷ്യർ പോകുമ്പോൾ അവർ മറന്നു പോകുന്നത് എൻ്റെ കുടുംബം, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ സ്വപ്നങ്ങൾ, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതായ കുറച്ച് എൻ്റേതെന്ന് പറയേണ്ടതായ കാര്യങ്ങളെ കളഞ്ഞിട്ടാണ് മറ്റു പലതിലേക്ക് ഓടുന്നത്. വേണ്ട, നമുക്കായിട്ട് വേണ്ടി ഇത് നിൽക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് നോർക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. എവിടെയൊക്കെയോ അതിനുശേഷം അവസരമുണ്ടെങ്കിൽ മതി ബാക്കിയുള്ളത്. സ്വയം രക്ഷിക്കാനോ സ്വയം ശുശ്രൂഷിക്കാനോ മനസ്സ് വെക്കാത്ത ഒരാൾക്ക് അവരെന്നെ എങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിയും? യേശു പറഞ്ഞു, നീ നിന്നെ പോലെയാണ് അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്. സ്വന്തം ജീവിതത്തോട് സ്നേഹമില്ലാത്തവൻ, സ്വന്തം കാര്യങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലാത്തവൻ അന്യൻ്റെ കാര്യങ്ങൾക്കകത്ത് എങ്ങനെ റെസ്പോൺസിബിൾ ആകും? പൗലോസ് പറയുന്ന വാക്ക് നമുക്കൊന്നുകൂടെ ഓർമ്മിക്കാം. ഞാൻ മനുഷ്യരെയാണോ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കേണ്ടത്? അവരുടെയൊക്കെ കൈയടിക്ക് വേണ്ടി ഞാൻ ഏത് നികൃഷ്ടവേഷവും കെട്ടാൻ തയ്യാറാണെന്നുള്ളതായ നില നമുക്കങ്ങ് ഉപേക്ഷിച്ചേക്കാം. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നോട് എന്ത് ക്രൂരതയും കാണിക്കുമെന്നുള്ളതായ ആ ഒരു ആത്മഹത്യാപരമായ തെറ്റായ തീരുമാനത്തിൽ നിന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് വെളിയിൽ വരാം. നിങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവരുടെയും ഇവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാപട്യക്കാരനായ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വെളിയിൽ വരിക. സ്വന്തം കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് സ്വന്തം പങ്കാളിയുടെ താല്പര്യങ്ങളെ മാനിക്കാത്ത
വളരെ ക്രൂരന്മാരായിരിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്, ക്രൂരരായിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിക്കകത്ത് വലഞ്ഞുകൊണ്ട് ഒരുപാട് പേർ തങ്ങൾക്ക് വന്നുപോയ അബദ്ധ ചുഴികളിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, എവിടെയൊക്കെയോ നിങ്ങൾക്കും മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയെന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായ ബാലപാഠങ്ങൾ കിട്ടാതെ പോയതിൻ്റെ ഗതികേടാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ തലമുറകൾക്ക് ഈ ഒരു അവസ്ഥ വരരുത്. നിങ്ങളുടെ ഏറ്റവും വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു ഗതികേട് വരരുത്. നിൻ്റെ അധ്വാനം, നിൻ്റെ ശക്തി നീ അന്യന്മാർക്ക് കൊടുക്കരുതെന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. നമ്മുടെ സമയം മൂല്യമേറിയതാണ്, നമ്മുടെ എനർജി മൂല്യമേറിയതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമയവും നമ്മുടെ ഊർജവുമാണ്. അനാവശ്യമായതിനു വേണ്ടി അതിനെ ചെലവിടാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഉത്തേജനവും നേട്ടവും നൽകുന്ന, ആത്മാഭിമാനത്തോടുകൂടി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയ സംതൃപ്തി കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ചെലവഴിക്കാൻ തയ്യാറാവുക. ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളെ ഒരുപാട് ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നതാണ്. എവിടെയൊക്കെയോ ആർക്കൊക്കെയോ നിങ്ങളുടെ മേലുണ്ടായിരുന്ന കടുത്ത സ്വാതന്ത്ര്യങ്ങൾക്ക് കൈവലം കിടുന്നതാണ് ഇന്നത്തെ ദൂത്. അത് ദൈവകൃപയാൽ പരിശുദ്ധാത്മാവ് പറയാൻ എന്നെ ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എവിടെയൊക്കെയോ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ അവരുടെ കാപട്യങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഭംഗി വാക്കുകൾക്കിടയിൽ നിങ്ങളുടെ ജീവിതം വഴുതി വീണ് പോകാതെ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാനും ധാരണയിലെത്തിക്കാനുമുള്ളൊരു തലത്തിലേക്ക്, അഭിപ്രായങ്ങളെ മാനിക്കുന്നൊരു തലത്തിലേക്ക് ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ഒരു പുനർചിന്തനത്തിൻ്റെ പുലരിയാണിത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ വെറുതെ ഓടരുത്. ഞാൻ നിനക്ക് തന്നേക്കുന്നതെല്ലാം, എല്ലാ വിഭവങ്ങളും വിലപ്പെട്ടതാണ്. നിൻ്റെ കൈയുടെ ആരോഗ്യം അത് നിനക്ക് നൽകിയ സമ്പത്താണ്. നിൻ്റെ നാവിൻ്റെ സംസാരിക്കാനുള്ള കഴിവ് ഞാനത് നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്താണ്. നിൻ്റെ കണ്ണുകൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന കാഴ്ച, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസം, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കാര്യപ്രാപ്തി, അത് നിൻ്റെ ഭാവി പണിയുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധമാണ്. വെറുതെ കളയരുത്, ചുമ്മാ കൊടുക്കരുത്. ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ നിന്നെ തന്നെ വെറും ഒരു ഉരുവായി കണ്ടിച്ചോ എന്ന് പറഞ്ഞ് ഒരു കൊലക്കത്തിൻ്റെ കീഴിൽ നിന്ന് കൊടുക്കരുത്. സമയം കൊല്ലികളായിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവരുടെ സ്വറപറയലുകൾക്കും അവരുടെ ഫലിതങ്ങൾക്ക് കൈയടിക്കുന്നവർക്കും അവരുടെ താല്പര്യങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനും എൻ്റെ മുഖത്ത് ഒരു പിടി ഇടം ഞാൻ തരത്തില്ല എന്ന് തീരുമാനിക്കുന്ന അന്നാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തിന് മൂല്യവും മാന്യതയും ശ്രേഷ്ഠതയും ഉണ്ടാകുന്നത്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കണോ, ദൈവത്തെ പ്രസാദിപ്പിക്കണോ? ഈ ചോദ്യം വരുമ്പോൾ പൗലോസ്ലീഹ എടുക്കുന്ന തീരുമാനം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുക തന്നെ ചെയ്യും. അതേതവൻ ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലേലും ശരി, ഏതവൻ കൂടെ ഉണ്ടെങ്കിലും ശരി, ഇല്ലേലും ശരി, ഞാൻ അതായിരിക്കും, അത് തന്നെ ആയിരിക്കും. ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ, ആ ഒരു ഡിറ്റർമിനേഷൻ്റെ പുതിയൊരു ഭാവം നിങ്ങളുടെ മേൽ കത്തട്ടെ. ഇന്നത്തെ ദിവസം ചിലതിൽ നിന്നും ദൈവം നിങ്ങളെ വെളിയിൽ കൊണ്ടുവരികയാണ്. ചിലരുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുകയാണ്. ചിലരുടെ ഗൂഢ പദ്ധതികൾക്കകത്ത് നിങ്ങളെ വെച്ച് കളിക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾക്കകത്തു നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആധികാരികമായ ഉറപ്പിൽ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപരിസരങ്ങളിൽ മറ്റു പലരുടെയും വിരോധം, മറ്റു പലരുടെയും അനിഷ്ടം ഞങ്ങൾക്ക് വരാതിരിക്കേണ്ടതിന് വേണ്ടി അവരും ഇവരും പരികൽപ്പിക്കുന്ന പലതും അങ്ങനെ തന്നെ ചെയ്യാമെന്ന നിലയിൽ മനഃപൂർവ്വമായി വേദനിച്ചുകൊണ്ട് സമ്മതിക്കുമ്പോഴും എവിടെയൊക്കെയോ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സങ്കടകരമായ സിറ്റുവേഷനെ മനസ്സിലാക്കാതെ അതിന് മൂല്യം കൽപ്പിക്കാത്ത വ്യക്തികളുടെ നടുവിൽ അങ്ങയുടെ മക്കളുടെ ജീവിതം ഒരു ഇരയായി തേഞ്ഞരഞ്ഞ് തീരുകയാണ്. ഇന്ന് പകൽ അവരെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് വിടുവിച്ച് അങ്ങയുടെ സന്തോഷത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ശക്തിയിൽ തങ്ങളുടെ തന്നെ ജീവിതത്തോട് ഒരല്പം ആത്മാർത്ഥത കാണിക്കുവാനുള്ള ഒരു നിയോഗം കർത്താവ് നൽകുമ്പോൾ ഇതിൽ പിടിച്ചു കയറി സ്വന്തം ജീവിതത്തിൻ്റെ ദിശാബോധങ്ങളെ കൃത്യമാം വിധം രൂപകൽപ്പന ചെയ്ത് വിജയികളാകാൻ നിങ്ങളുടെ മക്കളെ സഹായിക്കണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദൂത് വളരെ ശ്രേഷ്ഠമായതാണ്. നിങ്ങളിത് പങ്കുവെക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നിങ്ങളിത് കൈമാറണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങളിതൊന്ന് കേൾപ്പിക്കണം. ആഴ്ചയിൽ ഒന്നെങ്കിലും നിൻ്റെ തലമുറ ഇത് കേട്ടാൽ അവൻ മറ്റുള്ളവരുടെ തന്ത്രത്തിനകത്ത് ചുമ്മാ കൊണ്ടുപോയി വല്ലവനെ കഷത്തിൻ്റെ കീഴെ തല വെച്ച് കൊടുക്കുകയില്ല. ആമേൻ, ആമേൻ. വലിയ നുകങ്ങൾ പലതും കെട്ടി ഉയർത്തി ഇതിൻ്റെ കീഴിൽ നിന്ന് വലിക്കാൻ പ്രാപ്തിയുള്ള ഉരുവിനെ എവിടെ കിട്ടുമെന്ന് പലരും നോക്കി നടത്തുമ്പോൾ അത്തരത്തിലുള്ളതായ യാതൊരു കലപ്പകൾക്ക് കീഴിലും സ്വന്തം തല വെച്ച് കൊടുക്കാൻ നിങ്ങളുടെ മക്കൾ തയ്യാറാകാതിരിക്കേണ്ടതിന് അവരുടെ തല കിരീടങ്ങൾ വെച്ച് ശോഭിതമായി ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഈ ദൂത് അവരെയും കൂടെ കേൾപ്പിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച കോട്ടയത്ത് നടക്കാൻ പോകുന്ന ആരാധന വളരെ ശക്തമേറിയതാണ്. വലിയ ദൈവപ്രവർത്തികളാണ് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു.
പലപ്പോഴും ദൈവിക വിടുതലുകൾ ഈ ശുശ്രൂഷയിൽ കാണുന്ന അനേർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വിപുലമായ ശുശ്രൂഷകളും വിടുതലുകളും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളുള്ളിടത്ത് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. അതിന് കോട്ടയത്ത് നിങ്ങൾ വരിക, നിങ്ങളുടെ സൗകര്യം പോലെ അപ്പോയിൻമെൻറ്റുകൾ എടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് അതിന് ഉപകാരപ്പെടും. ദൈവകൃപ കൂടിയിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശു തമ്പുരാൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.